ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ദേ രാവിലത്തെ കാപ്പിയൊക്കെ കുടിച്ച് എൻ്റെ ഡെയിലി മോർണിംഗ് റൂട്ടീനൊക്കെ ചെയ്തിട്ട് ഞാൻ ദേ വന്നിരിക്കുകയാണ്. ഇനി അടുക്കള പരിപാടിയാണ്, ഉച്ചത്തേക്കൊക്കെ എന്തെങ്കിലും ആക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇന്ന് എൻ്റെ കയ്യിൽ ഉള്ള സാധനങ്ങൾ വെച്ച് ഒരു ഫ്രൈഡ് റൈസും എന്താണ് അപ്പോൾ ഒരു പനീർ കറി ഉണ്ടാക്കാമെന്ന് ഞാൻ കരുതുന്നു. ഉള്ള കുറച്ച് സാധനമേ ഉള്ളൂ. അതിനുള്ള ഫ്രൈഡ് റൈസിൻ്റെ എൻ്റെ ബിരിയാണി ബസ്മതി റൈസ് എൻ്റെ കയ്യിൽ ഇല്ല. ഇവിടെയുള്ള ഒരു വൈറ്റ് റൈസ് ആണ് കേട്ടോ, വൈറ്റ് റൈസാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ എൻ്റെ കുട്ടികൾ എങ്ങനെ റൈസ് വെജിറ്റബിൾ പ്ലെയിൻ റൈസ് ആയിക്കോട്ടെ, വെജിറ്റബിൾ റൈസ് ആയിക്കോട്ടെ, ഫ്രൈഡ് റൈസ് ആയിക്കോട്ടെ, ഏത് അരിയിൽ വെച്ച് കൊടുത്താലും കഴിക്കും. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് പനീർ കറി ഇവരുടെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ കരുതി എല്ലാ സൺഡേയിലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കും. ബാക്കിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പോലെ തോരനും കറിയും മീനും ഒക്കെ തന്നെയാണ്. സൺഡേ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റിയാണ്. ഉള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ. ഈ വീഡിയോ ഞാൻ ക്യാമറ നോർമൽ ഫോണിലെ ക്യാമറ വെച്ചാണ് ചെയ്യുന്നത്. ട്രൈപോഡും കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ തൽക്കാലം വാങ്ങിച്ചിട്ടില്ല. നമുക്കത് പോകെ നമുക്ക് വാങ്ങാം. അപ്പോൾ അതിൻ്റേതായ കുറവുകൾ ഉണ്ടാവും വീഡിയോയ്ക്ക്. തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിനാവശ്യമുള്ള അരി ഞാൻ അളന്നെടുക്കുകയാണ് കേട്ടോ. അത് കാണിച്ചു തരാം. ഉച്ചത്തേക്ക് മാത്രം മതി. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. കുറച്ചുകൂടെ എടുക്കണേ. ആരെങ്കിലും സൺഡേ അല്ലേ, ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചേട്ടൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും കഴിക്കാൻ കാണും. അപ്പോൾ ഈ അരി നന്നായിട്ട് ഒരു 4-5 വെള്ളം കഴുകിയിട്ട് വരാം. ഇതേ അരി ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിത് എൻ്റേതായ റെസിപ്പിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഓരോ രീതിയിലല്ലേ വെക്കുന്നത്, ഞാൻ എൻ്റേതായ രീതിയിലാണ്. അപ്പോൾ ഞാൻ അരി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റേതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുക്കറിലോ ഒന്നുമല്ല ഉണ്ടാക്കുന്നത്. ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത് തട്ടിയിട്ട് അരി വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഞാനത് വാർക്കാൻ വേണ്ടിയിട്ട് വെക്കും. അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ. അപ്പോൾ അതേ അരി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന നേരം നമുക്ക് വെജിറ്റബിൾസ് ക്യാബേജ് കുറച്ചിടാം, ക്യാപ്സിക്കം ഇടാം, ക്യാരറ്റ് ഇടാം. പിന്നെ ഫ്രോസൺ മട്ടറാണ് കേട്ടോ, ഗ്രീൻ പീസ് ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുക്കുന്നത്. വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. വെള്ളത്തിലോട്ട് ഇടാം നമുക്ക്. ഇന്ന് സൺഡേ അല്ലേ, സൺഡേ ആയിരുന്നാലും പോകണം. അപ്പോൾ ചേട്ടൻ പോയിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി സാവകാശം പയ്യെ വന്നു. പിന്നെ പോകണ്ടല്ലോ, ഉച്ചയ്ക്ക് ശേഷം പിന്നെ പോകണ്ടല്ലോ. അപ്പം സമാധാനത്തിൽ എനിക്കെല്ലാം. എൻ്റെ കുട്ടികൾക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണെന്ന് ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞല്ലോ, ഇഷ്ടമാണ്. പക്ഷേ അതിൽ കിടക്കുന്ന വെജിറ്റബിൾസ് കഴിക്കില്ല എന്തായാലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടാണ് അരിയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നല്ല നീളത്തിനല്ലേ വെജിറ്റബിൾസ് ഈ ഫ്രൈഡ് റൈസ് കട്ട് ചെയ്യുന്നത്. ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. പിള്ളേർ അവിടെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഭയങ്കര കളിയാണ്. സൺഡേയും സാറ്റർഡേയും എൻ്റെ ഇളയ മോൾക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എന്താ, അവളുടെ ചേച്ചി സൺഡേ സാറ്റർഡേയിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ദിവസം ഫുൾ ടൈം കളിയായിരിക്കും. അല്ലാത്ത വർക്കിംഗ് ഡേയ്സിൽ അവൾ സ്കൂളിൽ പോകുന്ന ദിവസം എൻ്റെ ചുറ്റിപ്പറ്റി ഇങ്ങനെ അമ്മയെന്ന് വിളിച്ച് പുറകെ നടക്കും. സൺഡേ സാറ്റർഡേ ഞാൻ എനിക്ക് കുറച്ച് റിലീഫ് ഉള്ളതാണ് കേട്ടോ. മൂത്ത മോളൊക്കെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ വേണം. ഇത് ക്യാബേജും നമുക്ക് ചെറുതായിട്ട് നുറുക്കാം. ഇത് ക്യാബേജ് നുറുക്കുവാണേ. ഒന്നുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. വെജിറ്റബിൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗാർലിക് വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു, കുറച്ചൊക്കെ ആവാണ്ട്. ഇത് റൈസ് ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2 മുട്ട ഞാൻ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. 2 എടുത്തുള്ളൂ. വലുതായിട്ടൊന്നും തീരെ കുഞ്ഞാകണ്ട, വലുതായിട്ടൊന്നും വേഗട്ടെ സ്ക്രാമ്പിൾ ചെയ്യാം. അപ്പോൾ മുട്ട ചിക്കിയ പാത്രത്തിൽ തന്നെ ഞാൻ എണ്ണ ഒഴിച്ചു. വെളുത്തുള്ളി ഇടാനേ. മട്ടർ കൂടെ ഇടാണ്. കുറച്ച് ഉപ്പൂടെ ആവശ്യത്തിന് ആഡ് ചെയ്യണം. അടച്ച് വയ്ക്കും. ഇനി റെഡ് ചില്ലി സോസ്, ഡാർക്ക് സോയ സോസ്, ടൊമാറ്റോ സോസ്. അപ്പോൾ ഇത് 3ഉം ഞാനൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുകയാണേ എളുപ്പത്തിന്. ഇത് വെജിറ്റബിൾസ് എല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് തട്ടുവാണ്. ഇതിൽ എൻ്റെ റൈസ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. മുഴുവനൊന്നും എടുക്കുന്നില്ല, ഞാൻ കുറച്ച് ബാക്കി വെച്ചേക്കേ. കുട്ടികൾക്ക് പ്ലെയിൻ റൈസ് വേണമെന്ന് ചിലപ്പോൾ പറയും. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും എടുക്കുന്നില്ല, ആവശ്യത്തിന് മാത്രം. ഇത്രയും മതി. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേ മുട്ടയും കൂടെ ഞാൻ തട്ടാണ്, മിക്സ് ചെയ്യാം. ഇതേ മിക്സിങ് എല്ലാം കഴിഞ്ഞു. ഫൈനൽ റിസൾട്ട് ഇതാണ്. ഫ്രൈഡ് റൈസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പനീർ കറിക്കുള്ള സംഭവങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് ഈസി പരിപാടിയാണ്. ഒന്നുമില്ല, അരിയുക, വഴട്ടുക, മിക്സിയിൽ കറക്കുക, ഫിനിഷ്. അപ്പോൾ പനീർ ഞാൻ കഷ്ണങ്ങളായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ശകലം മതിയേ, കുറച്ച് പനീറങ്ങ ഇടുന്നുള്ളൂ. ഒരു നേരത്തേക്കല്ലേ, അപ്പോൾ അത്രയും മതി. അപ്പോൾ 2 മിനിറ്റ് ഈ സൈഡ്, 2 മിനിറ്റ് മറിച്ചിടുക. അപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ്. ഇത് പനീറിൽ മസാല തയ്യാറാക്കുന്ന കൂട്ടാണ്. അപ്പം സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അണ്ടിപ്പരിപ്പ്, ഒരു ബേ ലീഫ്, ഒരു കറുവപ്പട്ട. ഒരുപാട് മസാലയൊന്നും ഞാൻ ചേർക്കുന്നില്ല.
അപ്പോൾ ഇതിൽ വലുതായിട്ട് അരിഞ്ഞിട്ടാൽ മതി. നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് മിക്സിയിൽ അരച്ചെടുക്കാനാണത്. ഇത് ഈ പരുവത്തിൽ നമുക്ക് ഈ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ബട്ടർ ഞാൻ മെൽറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. മെൽറ്റ് ആകുമ്പോഴത്തേക്കും കാശ്മീരി ചില്ലിപ്പൊടി, അല്ല സാധാരണ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ഗരം മസാല. അപ്പോൾ ഇത് ഞാൻ ഇതിലോട്ട് തട്ടുവാണ്. വേണ്ട തട്ടരുത്. പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കണം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയിൽ തട്ടാം. ഇതാ ഇങ്ങനെ ഒരു ഗ്രേവി കിട്ടും. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എരിവിടാം. ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇത് കുറച്ച് സമയത്ത് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അതുവരെ ഇങ്ങനെ വെച്ചിരിക്കാം. ഈ അരപ്പിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം. നന്നായിട്ടൊന്ന് ചൂടാവണം. അതിന് മുന്നേ ഞാൻ പനീർ കഷ്ണങ്ങൾ അതിലേക്ക് ഇടുകയാണ്. കട്ടയായിപ്പോയി. ഇതേ മട്ടറും കൂടെ തട്ടി കൊടുക്കുകയാണേ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. അതവിടെ ഇരുന്ന് തിളയ്ക്കുന്ന നേരം കൊണ്ട് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി. ഇല്ലെങ്കിൽ അതൊന്നിച്ച് എനിക്ക് ഭയങ്കര പാടായിരിക്കും. എല്ലാം ഉണ്ടാക്കാൻ എല്ലാം നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രം കഴുകുന്ന കാര്യം ആലോചിക്കാനും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. എല്ലാ വീട്ടമ്മമാർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതാവുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടേക്കൊന്ന് മാടിച്ച് വാരി ജസ്റ്റ് ഒന്ന്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഞാൻ അതിലേക്കും മല്ലിയില കട്ട് ചെയ്ത് ചേർക്കുകയാണ്. കട്ടിയുള്ള ഭാഗം വേണ്ട. അവിടെ നിന്ന് ഇങ്ങനെ തിളയ്ക്കുകയാണ്. ഇനിയും നന്നായിട്ട് അതൊന്ന് കുറുകണം കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കിയത് ഉപ്പ് കുറച്ചുകൂടി ഇടണമെന്ന് തോന്നി. ഞാൻ ഉപ്പ് കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്. അവരവർ കളിക്കുകയാണ്. പകുതിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അടിച്ച് വാരി വൃത്തിയാക്കി അതവിടെ അടുപ്പിരിക്കുകയാണ്. ഇനി ചേട്ടൻ വരുന്നത് വരെ ഇങ്ങനെ ബോറടിച്ച് ലാഗടിച്ചിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ സമയത്താണ് ഞാൻ വീട്ടിൽ വിളിക്കുന്നതും പിന്നെ അമ്മമ്മയെ വിളിക്കുന്നത്, അച്ഛമ്മയെ വിളിക്കുന്നതും ഒക്കെ ഈ സമയത്താണ്. അവരടുത്ത് വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ഇരിക്കും. നോക്കിയിട്ട് കറി ഒന്ന് നോക്കിയിട്ട് അതവിടെ അടുപ്പിരിക്കുകയാണ്. അത് അടി പിടിച്ചിട്ടുണ്ടോ എന്തായാലും നോക്കിയിട്ട് ഞാൻ ഫോണൊക്കെ വിളിച്ചിട്ട് വരാം. ദേ നല്ല കുറുകിയിട്ടുണ്ടേ. കുറുകി വരുന്നുണ്ട്. ടേസ്റ്റ് വെക്കാതെ പോകുന്ന എങ്ങനെയല്ലേ വന്നിട്ട് ഇട്ട ബാക്കി നമ്മൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. സൂപ്പാവ ചിക്കൻ എന്ന് എഴുതി മണം പിടിച്ച് വന്നതാണ്. നോക്കിയപ്പോൾ പനീർ. എന്നോട് പറയാം വേണ്ട പനീർ എനിക്ക് വേണ്ട. ടേസ്റ്റ് ഒക്കെ കൊടുക്കാവേ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പറാണെന്ന് പറഞ്ഞില്ലല്ലോ.